ഹലോ എവ്രി വൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ ഡ്രാമയിലെ ഫോർത്ത് ബ്ലോക്ക് ആയിട്ടുള്ള ദി 20th സെഞ്ച്വറി പോയറ്റിക് ഡ്രാമ എന്നുള്ള ഏരിയ ആണ്. ഇതിൽ നമുക്ക് 3 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് വൺ, ഒറിജിൻ ഓഫ് പോയറ്റിക് ഡ്രാമ ഇൻ ദി ഏർലി 20th സെഞ്ച്വറി. ദെൻ T.S. Eliot contribution to poetic drama. T.S. Eliot's A Family Reunion as a Poetic Drama. മോഡേണിസം ഇൻ T.S. Eliot's A Family Reunion. ഇത്രയും ഏരിയാസാണ് നമുക്ക് ഈ ഒരു ബ്ലോഗിൽ നോക്കാനുള്ളത്. 20th സെഞ്ച്വറിയിലാണ് പോയറ്റിക് ഡ്രാമ എന്നുള്ള ആ ഒരു ടേം എമേർജ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ബെർണാഡ് ഷാ, ഇബ്സൺ, അതുപോലെ തന്നെ ഗ്ലാസ്വർത്തി എന്നിങ്ങനെയുള്ള റൈറ്റേഴ്സൊക്കെ ആ ഒരു സമയത്ത് നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമകളും പ്രോസൊക്കെ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു. സോ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാർ എഴുതിയിട്ടുള്ള നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമക്കും പ്രോസിനും അങ്ങനെയുള്ള റൈറ്റിങ്സിനൊക്കെ ഒരു റിയാക്ഷൻ എന്ന പോലെയാണ് പോയറ്റിക് ഡ്രാമൻ്റെ ഇൻവെൻഷൻ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഇംഗ്ലണ്ടിലൊക്കെ ഈ ഒരു പോയറ്റിക് ഡ്രാമ എന്ന് പറയുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. സോ ആ കാലയളവിലൊക്കെ സാമൂഹികമായിട്ടുള്ള നാടകങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഒരു പോയറ്റിക് അല്ലായിരുന്നു, അതൊരു ഒരു ഗദ്യ രൂപത്തിലാണ് ആ ഒരു സമയത്ത് നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇംഗ്ലണ്ടിലൊക്കെ വളരെയധികം ലേറ്റ് ആയിട്ടാണ് പോയറ്റിക് ഡ്രാമ എത്തിയിട്ടുള്ളതെങ്കിലും കൂടെ ഈ ഒരു പോയറ്റിക് ഡ്രാമക്ക് വളരെയധികം ഒരു റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. സോ ഈ ഒരു പോയറ്റിക് ഡ്രാമ എന്നുള്ള ആ ഒരു ടേം ഇംഗ്ലണ്ടിൽ വളരെ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളതെങ്കിലും കൂടെ അബി തിയേറ്ററിലുള്ള ഒരുപാട് റൈറ്റേഴ്സിനൊക്കെ ഈ ഒരു പോയറ്റിക് ഡ്രാമ എന്നുള്ളൊരു ശൈലി വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയറ്റിക് ഡ്രാമയുടെ തുടക്കകാലത്തൊക്കെ കൂടുതലായിട്ടും മതപരമായിട്ടുള്ള ഡിവൈൻ കോമഡി, അതുപോലെ തന്നെ ദി ബൈബിള്, പിന്നെ ഹിസ്റ്ററി, റിലീജിയൻ, ഇമാജിനറി, അങ്ങനെയുള്ള ഒരുപാട് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മതപരമായിട്ടുള്ള മോറലായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൃതികളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സമയത്ത് അരിസ്റ്റോട്ടിൽ, ഡ്രൈഡൻ എന്നിങ്ങനെയുള്ള ക്രിട്ടിക്സിൻ്റെ തിയറികളും അവരുടെ വർക്കുകളൊക്കെ കൂടുതലായിട്ട് ആളുകൾ വളരെയധികം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഡ്രാമാറ്റിസ്റ്റുകൾ വളരെയധികം വലിയ രീതിയിൽ ട്രഡീഷണൽ ഡ്രാമകൾ, വേഴ്സ് ഡ്രാമകൾ, അങ്ങനെയൊക്കെയുള്ള ഡ്രാമകളിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു കാലയളവിൽ മോഡേൺ ഡ്രാമകൾക്കൊക്കെ വളരാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ പോയറ്റിക്സ് ഒരു തരത്തിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു സമയത്താണ് ബ്രിട്ടീഷ് ഡ്രാമാറ്റിസ്റ്റുകൾ സ്ട്രോങ് വേഴ്സുകൾ, അതുപോലെ തന്നെ ക്ലാസിക്കൽ റിലീജിയസ് പ്ലേസിലൊക്കെ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു വേഴ്സ് ഡ്രാമകൾ ഈ ഒരു മോഡേൺ ഇറയിലേക്ക് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. 17th സെഞ്ച്വറിയിൽ വേഴ്സ് ഡ്രാമകളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും കൂടെ അതിന് വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. സോ ഇത് 19th സെഞ്ച്വറിയിൽ ഉണ്ടായിരുന്ന പോയറ്റിക് ഡ്രാമയുടെ ഒരു വളർച്ചയ്ക്ക് വളരെയധികം നെഗറ്റീവായിട്ടാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു കാലയളവിലുള്ള മോഡേൺ വേഴ്സ് ഡ്രാമാറ്റിസ്റ്റുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കത്തക്ക വിധത്തിലുള്ള റൈറ്റിങ്സോ അങ്ങനെയുള്ള ആളുകളോ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നാച്ചുറലിസം, റിയലിസം അങ്ങനെയുള്ള ടേമുകളൊക്കെ മാറിയിട്ട് നോൺ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രാമകൾക്കും അങ്ങനെയുള്ള പോയറ്റിക് ഡ്രാമകൾക്കൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു 2 കാര്യങ്ങളാണ് ഈ ഒരു 20th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്ന പോയറ്റിക് ഡ്രാമകളുടെ വളർച്ചയ്ക്ക് ഒരു ഒബ്സ്റ്റക്കിളായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ ഡ്രാമാറ്റിസ്റ്റുകൾ അവരുടേതായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലുകളൊക്കെ അവർ സ്വന്തം തന്നെ കണ്ടെത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് 20th സെഞ്ച്വറി പോയറ്റിക് ഡ്രാമയാണ്. സോ ഇതിൽ വേഴ്സ് ഡ്രാമ എന്ന് പറയുന്നത് ഒരു പദ്യ രൂപത്തിൽ, അതായത് ഒരു പോയറ്റിക് സ്റ്റൈലിൽ എഴുതുന്ന ഒരു തരത്തിലുള്ള ഒരു നാടകം രൂപമാണ്. സോ ഇതിനെ തന്നെയാണ് നമ്മൾ പോയറ്റിക് ഡ്രാമ എന്ന് പറയുന്നത്.
സോ ഈ ഒരു വേഴ്സ് ഡ്രാമ എന്ന് പറയുന്നത് യൂറോപ്പിലുള്ള വളരെയധികം അവരുടെ സാംസ്കാരികമായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെയധികം റെലവൻ്റ് ആയിട്ട് ഡൊമൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് ഫോം ആയിരുന്നു ഈ ഒരു പോയറ്റിക് ഡ്രാമ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ട്രാജഡികൾ, റേസിൻസിൻ്റെ പ്ലേസ്, ഷേക്സ്പിയറിൻ്റെ പ്ലേകൾ, ബെൻ ജോൺസൺ, ജോൺ ഫ്ലെച്ചർ ആൻഡ് ഗോദയുടെ ഫൗസ്ട്രി എന്നിങ്ങനെയുള്ള ആർട്ട് ഫോമുകളൊക്കെ ഈ ഒരു പോയറ്റിക് ഡ്രാമ ഈ ഒരു സ്റ്റൈലിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഞാനിപ്പം പറഞ്ഞിട്ടുള്ള അതുപോലെ ഗ്രീക്ക് ട്രാജഡികൾ, അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ, ബെൻ ജോൺസൺ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഒരു മോഡുലേഷനിൽ അവതരിപ്പിക്കുന്ന ഒരു വർക്കുകളൊക്കെയാണ്. സോ ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഒരു പോയറ്റിക് ഡ്രാമ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വർക്കുകളൊക്കെ ഈ ഒരു പോയറ്റിക് ഡ്രാമ സ്റ്റൈലിൽ ആവിഷ്കരിക്കുന്നത്. എന്നാൽ 20th സെഞ്ച്വറിയുടെ സെക്കൻഡ് ഹാഫൊക്കെ ആവുന്ന സമയത്ത് റിവേഴ്സ് ഡ്രാമകൾക്ക് അതിനൊരു ഇമ്പോർട്ടൻസ് വളരെയധികം കുറഞ്ഞു തുടങ്ങി. സോ ഈ ഒരു സമയത്താണ് ക്രിസ്റ്റഫർ ഫ്രൈ, അതുപോലെ തന്നെ T.S. എലിയട്ട് എന്നിവരെ മേജറായിട്ടുള്ള നാടകങ്ങളൊക്കെ ഈ ഒരു എൻഡിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് പ്രാചീനമായിട്ടുള്ള ഗ്രീസിൽ നിന്നാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു സമയത്ത് ഇതിൻ്റെ പ്രസക്തി പോയറ്റിക് ഡ്രാമയുടെ പ്രസക്തി കുറഞ്ഞു വരികയാണെങ്കിലും കൂടെ ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ, അതുപോലെ തന്നെ പ്ലേകൾ, അത്തരത്തിലുള്ള വർക്കുകളൊക്കെ ആ ഒരു സമയത്ത് വളരെയധികം അവർ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ആ ഒരു വർക്കുകളിൽ അവരുടെ റൈറ്റിങ്ങുകളിലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് 19th സെഞ്ച്വറിയിൽ ഇബ്സൺ, അതുപോലെ തന്നെ ബെർണാഡ് ഷാ എന്നിവരുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ കോൺവെർസേഷൻ സ്റ്റൈലിലുള്ള റൈറ്റിങ്സൊക്കെ വളരെ വലിയ രീതിയിൽ വളരാൻ തുടങ്ങി. ആ ഒരു സമയത്ത് വേഴ്സ് ഡ്രാമകളുടെ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയും ചെയ്തു. സോ എന്നാൽ ഈ ഒരു വേഴ്സ് ഡ്രാമകൾ ഈ ഒരു അയർലൻഡ് തിയേറ്ററിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം വലിയ രീതിയിലുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് T.S. എലിയട്ടിൻ്റെ പോയറ്റിക് ഡ്രാമയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. സോ പോയറ്റിക് ഡ്രാമയുടെ വളർച്ചയ്ക്ക് വളരെയധികം വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് T.S. എലിയട്ട് എന്ന് പറയുന്നത്. സോ ഇദ്ദേഹത്തിൻ്റെ മേജർ തിയറി എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് പോയട്രി ആൻഡ് ഡ്രാമ എന്നാണ്. കാരണം പോയട്രിയും അതുപോലെ തന്നെ ഡ്രാമയും ഒരുപോലെ തന്നെ നിൽക്കേണ്ടതാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് സെപ്പറേറ്റ് അല്ല, ഒരുപോലെ ജോയിൻ ആയിട്ട് നിൽക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല നല്ലൊരു വർക്കിൻ്റെ ആ ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ചിട്ട് നല്ല പ്രശംസ ലഭിക്കുകയാണെങ്കിലും അത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു റൈറ്ററിനെ അല്ല, മറിച്ച് ഈ ഒരു വർക്കിനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു വർക്കിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിലും അത് ആസ്വദിക്കുകയാണെങ്കിലും കൂടുതലായിട്ടും നമ്മുടെ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഒരു വർക്കിലേക്കാണ്, അതായത് പോയട്രിയിലേക്കാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. സോ അത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള ദി സ്കാർഡ് വുഡ്സ് എന്നുള്ള ആ ഒരു ബുക്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം വരുന്നതിന് മുമ്പുള്ള പോയറ്റിക് ഡ്രാമയിലുള്ള മേജറായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയാണ് കൂടുതലായിട്ടും പോയറ്റിക് ഡ്രാമയുടെ വളർച്ച വലിയ രീതിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം വരുന്നതിന് മുമ്പായിട്ടുള്ള ഈ ഒരു പോയറ്റിക് ഡ്രാമയുടെ വളർച്ചയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഇഷ്യൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു വർക്ക്, ആ വർക്ക് എഴുതുന്ന റൈറ്ററും അതുപോലെ തന്നെ അത് വായിക്കുന്ന അത് കാണുന്ന ഓഡിയൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ്റെ ഇഷ്യൂ ആണ് ആദ്യത്തെ ഒരു പ്രോബ്ലമായിട്ട് ഇദ്ദേഹം പറയുന്നത്. സോ ഈ ഒരു പ്രോബ്ലം ബ്രേക്ക് ചെയ്യാനായിട്ട് അദ്ദേഹം വേഴ്സ് എന്ന ഒരു കവിതാരൂപം ക്രിയേറ്റ് ചെയ്തു. സോ ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ യൂസ് ഓഫ് പോയട്രി ആൻഡ് ദ യൂസ് ഓഫ് ക്രിറ്റിസിസം എന്നുള്ള ആ ഒരു വർക്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ട് നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കവിത എന്നുള്ള ആ ഒരു കലാരൂപത്തിൻ്റെ ഒരു ആസ്വാദനം ജനങ്ങളിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ പിന്നീട് T.S. എലിയട്ട് പോയറ്റിക് ഡ്രാമയിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ലാംഗ്വേജുകൾ, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലുകൾ ഒക്കെ ഈ ഒരു പോയറ്റിക് ഡ്രാമയിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. മാത്രമല്ല ഷേക്സ്പിയറിൻ്റെ ആ ഒരു സമയത്ത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിട്ടിക് ആയിരുന്നു ഷേക്സ്പിയറിൻ്റെ വർക്ക്സുകളൊക്കെ എല്ലാവരെയും അതുപോലെ തന്നെ ഷേക്സ്പിയറിൻ്റെ ലാംഗ്വേജുകൾ, റൈറ്റിംഗ് സ്റ്റൈലുകളൊക്കെ
വളരെയധികം റൈറ്റേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ T.S. എലിയട്ട് ഷേക്സ്പിയറിൻ്റെ വർക്കുകളെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഷേക്സ്പിയറിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലുകൾ ഇമിറ്റേറ്റ് ചെയ്യാതെ T.S. എലിയട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പുതിയ റൈറ്റിംഗ് സ്റ്റൈലുകളും അതുപോലെ തന്നെ ലാംഗ്വേജുകളൊക്കെ കൊണ്ടുവന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ട്രൈ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഓഡിയൻസും അതുപോലെ തന്നെ റൈറ്ററും ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡ്രാമയിൽ ഉള്ള ക്യാരക്ടേഴ്സ് റിയൽ ലൈഫിലുള്ള ആളുകളുമായിട്ട് സാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കൂ. സോ അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷൻ സ്റ്റൈലൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൊണ്ടുവന്നു. സോ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം പവർഫുൾ വേർഡ്സ്, റിതം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വർക്കിൽ കൊണ്ടുവന്നതോടുകൂടി ഓഡിയൻസിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഓഡിയൻസിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേഴ്സുകളൊക്കെ യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഇമോഷൻസ്, അതുപോലെ തന്നെ ആ ഒരു വർക്കിൽ ഉദ്ദേശിക്കുന്ന ഐഡിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഐഡിയാസൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കിൽ യൂസ് ചെയ്തു. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ടോക്കിംഗ് സ്റ്റൈലുകൾ, കോൺവെർസേഷൻസ് ഒക്കെ. അതുപോലെ തന്നെ അദ്ദേഹം ട്രാൻസ്പെറൻസി ആൻഡ് ഡെപ്ത് ആ ഒരു അദ്ദേഹത്തിൻ്റെ വർക്കുകൾ കൂടുതലായിട്ടും വ്യക്തമായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുക. അത് ഓഡിയൻസിന് ഈസി ആയിട്ട് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ കൂടുതലായിട്ടും അദ്ദേഹം റിയലിസ്റ്റിക് ആയിട്ടുള്ള ടെക്നിക്സുകളൊക്കെ കൊണ്ടുവരുന്നു. അതായത് ആളുകൾക്ക്, ഓഡിയൻസിന് ഇത് റിയലിസ്റ്റിക് ആണ് എന്ന് തോന്നുകയും എന്നാൽ അത് റിയലിസ്റ്റിക് അല്ല, ആ ഒരു രീതിയിലുള്ള പുതിയ ടെക്നിക്സുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി. സോ ദെൻ T.S. എലിയട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്, റൈറ്റിങ്ങിലുള്ള ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, ഡ്രാമാറ്റിക് നേച്ചർ ഓഫ് പോയട്രി. അദ്ദേഹം ആ ഒരു റൈറ്റിങ്, ആ ഒരു വർക്കിൽ അതിലുള്ള ആക്ടേഴ്സിൻ്റെ കോൺവെർസേഷൻ സ്റ്റൈലൊക്കെ പോയറ്റിക് രൂപത്തിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല ഓരോ ക്യാരക്ടറിൻ്റെ റോളും അദ്ദേഹം വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. ഓരോരോ ക്യാരക്ടറും ഒരാളിൽ നിന്ന് മറ്റൊരാൾ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമാക്കിയിട്ടാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ ഡയലോഗുകളൊക്കെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തോട്ട്സുകൾ, ഇമോഷൻസൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു കോൺവെർസേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു നോളജ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ആയിട്ടുള്ള യൂറോപ്യൻ ലിറ്ററേച്ചർ ആയിട്ടുള്ള ഹോമർ, ഡാൻഡെ, ഷേക്സ്പിയർ അങ്ങനെയുള്ള റൈറ്റേഴ്സിനെയൊക്കെ സ്മരിക്കുന്ന രീതിയിലുള്ള ആവിഷ്കരണമൊക്കെ നമ്മുടെ T.S. എലിയട്ടിൻ്റെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ വാട്ടർ, ഫയർ, ഫോഗ്, ബേർഡ്സ് എന്നിങ്ങനെയുള്ള സിംബോളിക്കായിട്ടുള്ള ഇമേജുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. പക്ഷേ അത് ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ സിറ്റുവേഷൻ, ഓരോരോ ഇമോഷൻസിനെ ജനങ്ങളിലേക്ക്, ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് നമ്മൾ ഈ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. സോ അതുപോലെ തന്നെ ഓരോരോ സീക്വൻസിനനുസരിച്ച്, ഡ്രാമയിലുള്ള ഓരോരോ സീക്വൻസിനനുസരിച്ച് ഈ ഒരു വാട്ടർ ആയാലും ഫയർ ആയാലും ഫോഗ് ആയാലും ബേർഡ്സ് ആയാലും അങ്ങനെയുള്ള സിമ്പിൾസ് അതിൻ്റെയൊക്കെ മീനിങ്ങുമായിട്ട് വ്യത്യസ്തമാവും. എന്നാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ബേർഡ്സിൽ പ്രാവിനെ കാണുന്നത് ഒരു സമാധാനത്തിൻ്റെ അടയാളമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഫയർ എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സിമ്പിളല്ല. അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നത് ശാന്തമായിട്ടുള്ള ഒരു സിമ്പിളാണ്. അല്ലാണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അടിച്ചു കയറുന്നത് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു പ്രശ്നം. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത് ഒരുപാട് പോയറ്റ്സിലും അതുപോലെ തന്നെ ഡ്രാമകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലും അദ്ദേഹത്തിൻ്റെ ഡ്രാമകളിലൊക്കെ ഇത്തരത്തിലുള്ള
സിമ്പിൾസ് വലിയ രീതിയിൽ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സിമ്പിൾസും ഓരോരോ സീനുകൾക്കനുസരിച്ച് ഓരോരോ ഇമോഷൻസിനനുസരിച്ച് ചേഞ്ച് ആവുന്നുണ്ട്. സോ അത്തരത്തിലുള്ള റൈറ്റിംഗ് ടെക്നിക്സൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് T.S. Eliotൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള വർക്കായിട്ടുള്ള ദി ഫാമിലി റീയൂണിയൻ ആണ്. സോ അതിലുള്ള മോഡേണിസം തീംസ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. സോ ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആമി, അതുപോലെ തന്നെ ഹാരി, അഗത, ഐവി ആൻഡ് വയലറ്റ് ആൻഡ് മാരി, ഡൗണിങ് എന്നിങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഇതിൻ്റെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഫാമിലി റീയൂണിയൻ എന്നുള്ള ഈ ഒരു വർക്ക് ഒരു ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതിയിട്ടുള്ളത്. ഇതൊരു 2 ആക്ട് പ്ലേ ആണ്. സോ ഈ ഒരു പ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വിഷ്വുഡ് എന്നുള്ള ഒരു ഫാമിലിയിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളാണ്. സോ ഈ ഒരു സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആമി മോൺചസി എന്ന ലേഡിയാണ്. അവർ വളരെയധികം അസുഖബാധിതയായിട്ടുള്ള ഒരു ലേഡിയാണ്. അവർക്ക് 3 കുട്ടികളുണ്ട്. അപ്പം അവർ വളരെയധികം അസുഖബാധിതയായിട്ടുള്ള ഒരു ലേഡിയാണ്. സോ ആമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ആ ഒരു ഫാമിലി ഉള്ളത്. സോ ആമിയുടെ കൂടെ അവരുടെ സിസ്റ്റേഴ്സായിട്ടുള്ള ഐവി, അഗത, വയലറ്റ്, ചാൾസ്, ജെറാൾഡ്, പെപ്പർ എന്നിങ്ങനെയുള്ള സഹോദരങ്ങളുടെ കൂടെയാണ് ആമി താമസിക്കുന്നത്. സോ അവരുടെയൊക്കെ ഒരു സഹായത്തോടു കൂടിയാണ് ആമിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ആമി അവരുടെ 3 കുട്ടികളും അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷന് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുകയാണ്. സോ ആ സമയത്ത് ആ ഒരു ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ സമൂഹത്തിലുള്ള പുതിയ തലമുറയുടെ മാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഹാരി ആ വീട്ടിലേക്ക് വരുന്നത്. സോ ഒരുപാട് വർഷങ്ങളായിട്ട് ഹാരി ആ വീട്ടിൽ വരാറില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഹാരിയുടെ വൈഫ് സീ ട്രാവലിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധം എപ്പോഴും ഹാരീനെ അങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഹാരിക്ക് അവൻ്റെ വൈഫിനെ കൊല്ലണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കാരണമാണോ അവൾ മരിച്ചത് എന്നുള്ള ആ ഒരു തോട്ട് എപ്പോഴും ഹാരിയെ വളരെയധികം ഹോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ മാത്രമല്ല ആ ഒരു വീട്ടിൽ വിഷ്വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വീട്ടിൽ അവളുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭാര്യയുടെ മരണശേഷം ആ ഒരു വിഷ്വുഡ് എന്നുള്ള അവൻ്റെ ഫാമിലിയിലേക്ക് തീരെ പോകാറില്ലായിരുന്നു. സോ ഇപ്പോഴാണ് ആ ഒരു ഫാമിലിയിലേക്ക് മദറിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് ഹാരി അവിടെ എത്തുന്നത്. ആ സമയത്ത് ആമി ഈ ഒരു വിഷ്വുഡ് എന്നുള്ള ആ ഒരു ഫാമിലി ഇനി നെക്സ്റ്റ് നോക്കേണ്ടത് ഹാരിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീടും പ്രോപ്പർട്ടീസൊക്കെ ഹാരിക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുകയാണ്. എന്നാൽ ഹാരിക്ക് ആ ഒരു പ്രോപ്പർട്ടി ആയിട്ട് മുൻപോട്ട് പോകാനോ അല്ലെങ്കിൽ ആ ഒരു വീട്ടിൽ നിൽക്കാനോ ഹാരിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവൻ എമനിഡസ് എന്നുള്ള ഒരു ആ ഒരു രൂപത്തിന് എപ്പോഴും ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ്റെ വൈഫിൻ്റെ മരണശേഷം അവൻ ഇത്തരത്തിലുള്ള ഒരു ഈവിളായിട്ടുള്ള ഒരു രൂപത്തിന് എപ്പോഴും ഇങ്ങനെ കാണും. സോ ഈ ഒരു രൂപം എന്ന് പറയുന്നത് ഗ്രീക്ക് ട്രാജഡിയിൽ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു രൂപമാണ്. സോ അവന് ഈ ഒരു രൂപത്തിന് എപ്പോഴും ഇങ്ങനെ കാണും. അതുകൊണ്ട് തന്നെ അവൻ്റെ വൈഫിൻ്റെ ഓർമ്മകളും അതുപോലെ അവളുടെ മരണമൊക്കെ ഇവനെ എപ്പോഴും ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ട് നിൽക്കും. സോ ഈ ഒരു പ്ലേയിലുള്ള മറ്റൊരു ക്യാരക്ടറാണ് അഗത എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ആമിയുടെ സിസ്റ്ററാണ്. സോ ഈ ഒരു ആമിയുടെ സിസ്റ്ററായിട്ടുള്ള അഗതയും അതുപോലെ തന്നെ ആമിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ടുണ്ട്, മിസ്റ്റർ മോൺചെസെ. അപ്പോൾ ഈ ഒരു അഗതയും ആമിയുടെ ഹസ്ബൻഡും തമ്മിൽ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നു. ആമിയുമായിട്ട് മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടെ ആമിയുടെ സിസ്റ്ററായിട്ടുള്ള അഗതയായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റബോധവും അഗതയെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. സോ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹാരി അവൻ്റെ വൈഫിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അവനെ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്.
ആ ഒരു സമയത്താണ് അഗത ആമിയുടെ സിസ്റ്ററായിട്ടുള്ള അഗത ഒരു കാര്യം റിവീൽ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഹാരിയുടെ ഫാദർ എന്താണ് ഹാരിയുടെ മദറിൻ്റെ വയറ്റിലിരിക്കുന്ന സമയത്ത് എന്താണ് ഹാരിയുടെ മദറിൻ്റെ അടുത്ത് എന്താണ് ഹാരിയെ അബോർട്ട് ചെയ്യണം എന്ന് പറയുകയും മാത്രമല്ല അവനെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അഗത എന്താണ് ആ ഒരു സമയത്ത് റിവീൽ ചെയ്യുകയാണ്. മാത്രമല്ല അത് തടഞ്ഞത് അഗതയാണ് എന്നുള്ളതൊക്കെ ആ ഒരു സമയത്ത് റിവീൽ ചെയ്യാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഹാരിയെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷുവുഡ് എന്നുള്ള സ്ഥലത്ത് നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി കൈവശം വെക്കാനോ ഒന്നും അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ മേരിയുടെ മറ്റ് 2 മക്കളായിട്ടുള്ള ജോണും ആർതറും ആ ഒരു മദറിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ല എന്ന് അറിയിക്കുകയാണ്. സോ ആ സമയത്ത് തന്നെ എന്താണ് ഹാരിയും ആ സ്ഥലത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് മദറിൻ്റെ അടുത്ത് പറയാണ്. മദർ എന്താണ് ആ ഒരു സമയത്ത് അവനെ പോകാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല. അപ്പോൾ അവന് തനിക്ക് പോകണം, കാരണം എന്താണെന്ന് വെച്ചാൽ അവന് മിഷനറി ആവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവൻ ആ ഒരു സ്ഥലത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ദെൻ ആമി എന്താണ് ഹാരി പോയതിന് ശേഷം എന്താണ് അഗതയെ വളരെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്താണ്. കാരണം അവൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഹാരിയെ ഫാദർ കൊല്ലാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത് കൂടെ കേട്ടതുകൊണ്ടാണ് ഹാരി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആമി അഗതയോട് പറയാണ്, നീ എൻ്റെ ഹസ്ബൻഡിനെ എടുത്തതുപോലെ എൻ്റെ മകനെ നീ എന്നിൽ നിന്ന് പറിച്ചെടുത്ത് കളഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആമി എന്ത് ചെയ്തിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു പ്ലേയുടെ എൻഡിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അഗതയും മേരിയും കൂടെ ആമിയുടെ ബർത്ത്ഡേൻ്റെ കേക്കിൻ്റെ മുകളിലുള്ള മെഴുകുതിരിയൊക്കെ അണച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആമിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് ഈ ഒരു ഈ ഒരു പ്ലേയുടെ ലാസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ഗിൽറ്റ്, റിഡപ്ഷൻ, അതുപോലെ തന്നെ ഫാമിലി ഡൈനാമിക്സ് എന്നിവയൊക്കെയാണ്. ഇത് ഗിൽറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹാരിക്കും അതുപോലെ തന്നെ അഗതക്കും മേരിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഒരു ഗിൽറ്റ്. ഹാരിക്കാണെങ്കിൽ ഫാമിലിയിൽ നടന്നിട്ടുള്ള അവൻ്റെ വൈഫിന് നടന്നിട്ടുള്ള മരണത്തിൽ അവനൊരു ഗിൽറ്റ് ഉണ്ടാവാണ്. അവരെ കാരണമാണോ നടന്നത്, അത് അവനെ പല രീതിയിലും അവനെങ്ങനെ വേട്ടയാടുന്നുണ്ട്, പല ഇല്യൂഷൻസ് അവൻ കാണുന്നുണ്ട്. അവൻ്റെ ലൈഫ് ലോങ് അതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുപോലെ തന്നെ അഗതയും ഹാരിയുടെ ഫാദറും ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവളിങ്ങനെ ഗിൽറ്റ് ഉണ്ട് അവൾക്ക്. അതുപോലെ തന്നെ ഹാരിയുടെ തിരിച്ചുപോക്കിൽ മേരി അവളെ ഒരുപാട് സ്കോൾഡ് ചെയ്തിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ അവൾക്കും വലിയ രീതിയിലുള്ള ഗിൽറ്റ് ഫീൽ ചെയ്യാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മോഡേൺ പുതിയ തലമുറയുടെ ചിന്താഗതികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പ്ലേയിൽ ടി.എസ്. എലിയട്ട് പോർട്രേറ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ഫാമിലി റീയൂണിയൻ എന്നുള്ള ഈ ഒരു പ്ലേ ഒരു മോഡേണിസ്റ്റ് പേഴ്സ്പെക്റ്റീവിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഈ ഒരു പ്ലേയുടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഘടകങ്ങൾ നമുക്കിതിൽ നിന്ന് ലഭിക്കും. സോ അതിൽപ്പെട്ട ഒന്നാണ് ഫ്രഞ്ച് സിമ്പിൾസ്. ഈ ഒരു പ്ലേയിൽ ഒരുപാട് രീതിയിലുള്ള ഇമോഷൻസ്, അതുപോലെ ആ ഒരു ആക്ടിൻ്റെ മൂഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് രീതിയിലുള്ള സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്ലേയിൽ അദ്ദേഹം ഒരുപാട് ഗ്ലൂമി ആയിട്ടുള്ളതും മിസ്റ്റീരിയസ് ആയിട്ടുള്ളതും അറ്റ്മോസ്ഫിയറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹാരിയും അതുപോലെ തന്നെ മേരിയും ഒക്കെ ഒരു രൂപത്തിനെ കാണുന്ന, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള, ഒരു ഈവിളിസ്റ്റിക് ആയിട്ടുള്ളൊരു രൂപത്തിനെ കാണുന്നുണ്ട് എന്നുള്ളത്. സോ ഇതൊക്കെ ഓഡിയൻസിന് ഒരു ഫിയറും അതുപോലെ തന്നെ ഹാരിയുടെ സൈക്കോളജിക്കൽ ടേമുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്സ് ഓഫ് സിമ്പിളാണ് ഇതൊക്കെ. സോ ഈ ഒരു പ്ലേയിൽ ടി.എസ്. എലിയട്ട് യൂസ് ചെയ്തിട്ടുള്ള സൗണ്ട്, റിതം, ഇതൊക്കെ ഈ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ ഇമോഷൻസും അതുപോലെ തന്നെ വേ ഓഫ് തോട്ട്സും ഒക്കെ ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഹാരി കാണുന്ന ഈ ഒരു ഈവിളായിട്ടുള്ള ആ ഒരു രൂപം, ഇത് ആ ഒരു ഫാമിലിയിലുള്ള അലിഗേഷൻസ് അതുപോലെ തന്നെ പ്രശ്നങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഒരു രൂപം എന്നുള്ളത് ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു ഈവിളിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന
നടക്കുന്ന സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു രൂപമാണ്. സോ അതുകൊണ്ട് തന്നെ ഓഡിയൻസിന് വളരെയധികം എളുപ്പത്തിൽ തന്നെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഇമോഷണൽ തോട്ട്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കൺവേ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ദി റിയൂണിയൻ എന്നുള്ള ഈ ഒരു പ്ലേ ഒരു മോഡേണിസ്റ്റ് പ്ലേ ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ, ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഞാൻ ഈ ഒരു പ്ലേയുടെ ഓവറോൾ പ്ലോട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു പ്ലോട്ട് നന്നായിട്ട് ഈ ഒരു പ്ലേയുടെ പ്ലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യുക. എന്നിട്ട് അതിലുള്ള സിമ്പിൾസും കാര്യങ്ങളൊക്കെ കറക്റ്റ് നോട്ട് ചെയ്യുക, യൂസേജ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പോയിൻ്റ് ഔട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എക്സ്റ്റേണൽ ലിങ്കുകളൊക്കെ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക. ഓക്കെ.